നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പാരീസ് 2024 ഒളിമ്പിക്സിന്റെ മുന്നോടിയായി ഫ്രാൻസിന്റെ റെയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ അട്ടിമറിച്ചത് ഇറാൻ എന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആരോപിച്ചു. വെള്ളിയാഴ്ച ഫ്രഞ്ച് ട്രെയിൻ ഓപ്പറേറ്റർ SNCF ഹൈസ്പീഡ് നെറ്റ്വർക്കിംഗിന് തീപിടുത്തം ഉൾപ്പെടെയുള്ളവ സംഭവിച്ചിരുന്നു. ഇത് ഒളിമ്പിക് ഉദ്ഘാടന ചടങ്ങിന് മണിക്കൂറുകൾക്ക് മുമ്പ് കാര്യമായ തടസ്സമുണ്ടാക്കി. ആക്രമണം മൂലം ഈ വാരാന്ത്യത്തിൽ 8 ലക്ഷം യാത്രക്കാർക്ക് യാത്രാ തടസ്സമുണ്ടാകും. കൂടാതെ ഇപ്പോൾ പാരീസ് ഒളിമ്പിക്സിൽ ഇറാൻ ഭീകരവാദികൾ അത്ലറ്റുകളെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് ഫ്രാൻസിന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി താക്കീത് നൽകിയിരിക്കുന്നു. പാലസ്തീൻ വിഷയത്തിൽ ലോക ശ്രദ്ധ നേടാനാണ് ഭീകരവാദികളുടെ ആക്രമണം ഉണ്ടാവുക എന്നും ഇസ്രായേൽ പറയുന്നു. ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി സ്റ്റെഫാൻ സെയുഗ്നയ്ക്ക് അയച്ച കത്തിലാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഈ താക്കീത് നൽകിയത്. ഇത് സംബന്ധിച്ച് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിക്ക് വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു താക്കീത് നൽകുന്നതെന്നും ഇസ്രായേൽ പറയുന്നു. ഈ ആഹ്ലാദകരമായ സംഭവത്തിന്റെ ആഘോഷ സ്വഭാവത്തെ തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, കാറ്റ്സ് എഴുതി. ഇറാൻ തീവ്രവാദ പ്രോക്സികളും മറ്റ് തീവ്രവാദ സംഘടനകളും ഉയർത്തിയേക്കാവുന്ന ഭീഷണിയെക്കുറിച്ച് ഞങ്ങൾക്ക് നിലവിൽ വിലയിരുത്തലുകളുണ്ട്. ഇസ്രായേലി അത്ലറ്റുകളെ സംരക്ഷിക്കാനുള്ള ഫ്രാൻസിന്റെ അഭൂതപൂർവമായ ശ്രമത്തിനും പ്രതിനിധി സംഘത്തെ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കാനുള്ള ആഹ്വാനങ്ങൾ നിരസിച്ചതിനും വിദേശകാര്യമന്ത്രി നന്ദി പറഞ്ഞു. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ട 11 ഇസ്രായേലി അത്ലറ്റുകൾക്ക് സ്മാരകം വാഗ്ദാനം ചെയ്തതിന് അദ്ദേഹം സെജോണിനോട് വ്യക്തിപരമായി നന്ദി അറിയിച്ചു. ഇസ്രായേലിൽ നിന്നുള്ള അത്ലറ്റുകൾക്ക് ഭീഷണി സന്ദേശം ഇമെയിൽ വഴിയും മൊബൈൽ ഫോൺ വഴിയും ലഭിച്ചതായി അവർ അറിയിച്ചു. ഇസ്രായേൽ അത്ലറ്റുകളെ മാത്രമല്ല, ചിലപ്പോൾ മറ്റു രാജ്യങ്ങളിലെ അത്ലറ്റുകളെയും ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഇസ്രായേലി കായിക താരങ്ങളെ കുറിച്ചുള്ള വ്യക്തിഗത വിവരങ്ങളും അവരുടെ സൈനിക സേവനത്തിൽ നിന്നുള്ള ചിത്രങ്ങളും പ്രസിദ്ധീകരിച്ചതായി സിയൂസ് എന്ന് വിളിക്കുന്ന ഒരു കൂട്ടം ഇസ്രായേൽ വിരുദ്ധ ഹാക്കർമാർ അവകാശപ്പെട്ടതായി ചാനൽ 12 വ്യാഴാഴ്ച റിപ്പോർട്ട് ചെയ്തു. പാരീസ് ഒളിമ്പിക്സിനുള്ള ഇസ്രായേൽ പ്രതിനിധി സംഘത്തെ അംഗങ്ങളെ ഭയപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള സോഷ്യൽ മീഡിയ പ്രചരണത്തിനു പിന്നിൽ ഇറാനാണെന്ന് ഇസ്രായേൽ നാഷണൽ സൈബർ ഡയറക്ടറേറ്റ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.